ഹലോ ഗൈസ്, വെൽക്കം ടു ന്യൂ വ്ളോഗ്. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഇന്നലെ വൈകുന്നേരം പോകാമെന്ന് വിചാരിച്ചത്, പക്ഷേ എന്തോ ഭയങ്കര ക്ഷീണം കാരണം വെളുപ്പിനെ ഇറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഓണം ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ചേർത്തലയ്ക്ക് പോവുകയാണ്. അപ്പോൾ രാവിലെ തന്നെ ട്രാഫിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ ഓണാഘോഷവും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങോട്ട് പോവുക. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് കൊരട്ടി അടുത്തുള്ള ആര്യാസ് ഹോട്ടലിലാണ് നിർത്തിയിരിക്കുന്നത്. വെളുപ്പിനെ തന്നെ ഹോട്ടലുകളൊന്നും തുറന്നിട്ടില്ല. അപ്പോൾ ആര്യാസ് കണ്ടപ്പോൾ അവിടെ നേരെ കയറി. പപ്പ കേറല്ലേ? കേറിക്കോ. പപ്പ ആ മാസ്ക് ഒന്ന് മാറ്റാവാ. ഒരു 2 മിനിറ്റത്തേക്ക് മാറ്റി ഞാൻ അങ്ങോട്ട് വരും. അപ്പോൾ ടോണിയുടെയും റോസിയുടെയും കല്യാണം കഴിഞ്ഞ ആദ്യത്തെ ഓണാണ്. അപ്പോൾ അവർ കോട്ടയത്തുള്ള വിൻസർ കാസിൽ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഓണാഘോഷത്തിന് ക്ഷണിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിനാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ചേർത്തലയിൽ നിന്ന് കോട്ടയം അടുത്തായതുകൊണ്ട് തന്നെ ഏകദേശം 1 മണിക്കൂറിൽ തന്നെ നമ്മൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. അപ്പോൾ അവർ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട്. അവരൊക്കെ ഫാമിലിയായിട്ട് നടന്നു വരുന്നുണ്ട്. അത് കുഴപ്പമില്ല, ഇറങ്ങി. അവരെ ഇറക്കി ഞാൻ വണ്ടിയൊക്കെ പോയി പാർക്ക് ചെയ്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. വിൻസർ കാസിൽ എന്ന് പറയുന്നത് യൂറോപ്പിലെ ഒരു രാജകുടുംബം 15-ാം നൂറ്റാണ്ടിൽ പണി കഴിപ്പിച്ച ഒരു കാസിലാണ്. അതിൻ്റെ പേര് കടമെടുത്തിട്ടാണ് നമ്മളുടെ ഈ റിസോർട്ട് പേരിട്ടിരിക്കുന്നത്. വിൻസർ കാസിൽ എന്നുള്ള പേര് മാത്രമേ ഉള്ളൂ, പക്ഷേ ഇവിടെ നമ്മളുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു 4-കെട്ട് സമ്പ്രദായം പോലെയുള്ള ഒരു രീതിയിലാണ് ഇവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഈ റിസോർട്ട്. ഈ പ്രോപ്പർട്ടി കുറേയധികം നടന്ന് കാണാനുള്ള സ്ഥലമുണ്ട്. ഞാൻ ഏകദേശം ഒരു രൂപം ഈ വീഡിയോയിലൂടെ കാണിച്ചു തരാം. ടോണിയുടെ പപ്പയാണ് ഞങ്ങളെ വെൽക്കം ചെയ്യാൻ നിൽക്കുന്നത്. അപ്പോൾ ആളുടെ 2 സുഹൃത്തുക്കളും വന്നിട്ടുണ്ട്. അവരെല്ലാം ആദ്യം തന്നെ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുവാണ്. ഏറ്റവും അവസാനമായിട്ട് നിൽക്കുന്നത് നമ്മളുടെ ടോണിയുടെ ഒരേ ഒരു അളിയനാണ്. ടോണി അവിടെ നമ്മളുടെ ബുക്കിംഗ് റെസിപ്റ്റും കാര്യങ്ങളൊക്കെ കാണിച്ച് ഇവിടുത്തെ കൂപ്പൺസ് വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം തന്നെ നമുക്ക് ഒരു വെൽക്കം ഡ്രിങ്ക് ആയിട്ടാണ് തുടങ്ങുന്നത്. കുറച്ചുകൂടെ ഉള്ളിലേക്ക് നടന്നു പോകാനായിട്ടുള്ളതുണ്ട്. ആ ഗ്രൗണ്ടിലാണ് ഗെയിംസും ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. വെൽക്കം ഡ്രിങ്ക് ആയിട്ട് അവർ തന്നത് ഒരു ഫ്രൂട്ട് പഞ്ചാണ്. ഗെയിംസൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. എല്ലാവരും ഉള്ളിലേക്ക് പെട്ടെന്ന് വായോ എന്ന് പറഞ്ഞ് ടോണി വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളുടെ ഫ്രൂട്ട് പഞ്ചൊക്കെ ഒരെണ്ണം അകത്താക്കി ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ നടന്നു വരുന്നത് അളിയൻ്റെ പിള്ളേരാണ്, ടോണിയുടെ ചേച്ചിയുടെ പിള്ളേരാണ്. അപ്പോൾ അവരൊക്കെ നല്ല പട്ടുപാവാടയും പിന്നെ ഇതൊക്കെ എടുത്ത് ഓണം ഗെയിംസിലൊക്കെ സജീവമായി പങ്കെടുക്കാൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ നടന്ന് കുറച്ചുകൂടെ കയറുമ്പോൾ ഒരു ആനയുടെ രൂപം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സാധാരണ കാണുന്ന ആ ഒരു സ്റ്റാച്യൂകളിൽ നിന്നും കുറച്ച് ഡിഫറൻറ്റും ഒറിജിനാലിറ്റി കൂടിയതുമായിട്ടുള്ള ഒരു ആനയുടെ രൂപമാണ്. അപ്പോൾ പിള്ളേരൊക്കെ അത് ഒറിജിനലാണെന്ന് വെച്ച് പേടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് ഒറിജിനലല്ല, ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണെന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ് അവർ. അങ്ങനെ ഞാൻ കുറച്ച് നേരം നമ്മളുടെ ആനയുടെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് നമ്മൾ ഉള്ളിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ
ഒരു വശത്തായിട്ട് ഒരു നർത്തകിയുടെ ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട്. ആദ്യം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായില്ല, അനുഷ്ക ഷെട്ടിയുടെ ഫോട്ടോ ആണ് അവിടെ വെച്ചിരിക്കുന്നത്. അങ്ങനെ നമ്മളുടെ മനോഹരമായിട്ടുള്ള റിസോർട്ടിൻ്റെ നടുക്കിൽ കൂടെ നമ്മൾ പോവുകയാണ്. അപ്പോൾ ഒരു നമ്മളുടെ നേരെയായിട്ട് ഒരു പൂളൊക്കെ കാണാം. അപ്പോൾ ഇവിടെ താമസ സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒന്നാമത്തതായിട്ട് വിൻസർ കാസിലിൻ്റെ തന്നെ നമ്മളുടെ ഹോട്ടൽ മുറികൾ പോലത്തെ റൂംസ് ഉണ്ട്. അതുകൂടാതെ ഇതുപോലത്തെ ചെറിയ ചെറിയ വീടുകളും വില്ലാസും പോലെയുള്ള കാര്യങ്ങളുണ്ട്. അതിനൊക്കെ പല പല പാക്കേജ് റേറ്റാണ് വരുന്നത്. ഇന്നത്തെ ഓണാഘോഷ പരിപാടിക്ക് ഇവർ ചാർജ് ചെയ്യുന്നത് 1000 റുപ്പീസ് പെർ പേഴ്സൺ ആണ്. അപ്പോൾ ഇൻക്ലൂഡിങ് ദ ഫുഡ്, പിന്നെ ആക്ടിവിറ്റീസ്, പിന്നെ നമ്മളുടെ ഗെയിംസ്, ഇതൊക്കെ കൂടിയിട്ടാണ് ഈ 1000 പെർ ഹെഡ് വരുന്നത്. ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാനായിട്ട് ധാരാളം സ്ഥലങ്ങളുണ്ട്. പിന്നെ നമുക്കിവിടെ വന്ന് സ്റ്റേ ചെയ്യാനും ചെറിയ ചെറിയ പരിപാടികൾ നടത്താനും വലിയൊരു ഹാളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അങ്ങനെ ഫൈനലി നമ്മൾ ഗെയിംസ് നടക്കുന്ന സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇഷ്ടം പോലെ ജനങ്ങളുണ്ട്. ഞാൻ ഇത്ര ആൾക്കാരുണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ എന്തോ ഒരു ഗെയിം ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ടോണിയുടെ ചേച്ചിയും കുടുംബവും. അപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് മ്യൂസിക്കൽ ചെയർ കോമ്പറ്റീഷനാണ്. ഞങ്ങൾ വന്നപ്പോൾ ഇച്ചിരി ലേറ്റ് ആയതുകൊണ്ട് ഫസ്റ്റ് പരിപാടിയിൽ കൂടാൻ കഴിഞ്ഞില്ല. ഇനി അടുത്ത കുറേ ഗെയിംസ് ഉണ്ട്, അതിലൊക്കെ കൂടാമെന്ന് പറയാണ്. അപ്പനൊക്കെ ഒരു സൈഡിൽ ഇരിപ്പായി. അപ്പനും അമ്മയും ടോണിയുടെ അമ്മയൊക്കെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് മ്യൂസിക്കൽ ചെയർ അവസാനമായാലും അതൊന്ന് കവർ ചെയ്യാം എന്ന് വിചാരിച്ച് നടക്കുകയാണ്. മ്യൂസിക്കൽ ചെയറിൻ്റെ ഏറ്റവും അവസാന ഭാഗങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആകെ ഇനി 3 ചെയറും കൂടെ ബാക്കിയുള്ളൂ. അപ്പോഴാണ് ഞാൻ ഈ സീൻ കണ്ടത്. എന്തായാലും ഇതിൽ ഒന്ന് കടന്ന് അപ്പുറത്തേക്ക് പോകണമെന്ന് തീരുമാനിച്ചു. ഇവിടെ അപ്പോൾ രണ്ടാമത്തെ ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ലെമൺ ആൻഡ് സ്പൂൺ റേസ് കഴിയുന്നയാൾ മുൻപായിട്ട് തന്നെ നമുക്കൊരു അനൗൺസ്മെൻറ്റ് കേട്ടു, സദ്യ റെഡിയാണ്. അപ്പോൾ ആദ്യത്തെ പന്തിയിൽ തന്നെ ഇരിക്കണം എന്ന് പറഞ്ഞ് ഞങ്ങൾ നേരത്തെ പോവുകയാണ്. പക്ഷേ അവിടെ ഒരു ടീം ഓൾറെഡി വന്നു കഴിഞ്ഞു. അപ്പോൾ ഏകദേശം 250 സീറ്റ്സാണ് ഇവർ ഒരുക്കിയിരിക്കുന്നത് സദ്യക്ക് 1 ടൈം ഇരുന്ന് കഴിക്കാനായിട്ട്. അപ്പോൾ ഞങ്ങൾ കുറച്ച് വെയിറ്റിംഗ് ഉണ്ട്. അപ്പോൾ ഓണ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പങ്കുവെച്ച് അവിടെ ഇരിക്കുകയാണ്. എല്ലാവരും അവരവരുടെ കഴിഞ്ഞ ഓണത്തിനെ പറ്റിയും കാര്യങ്ങളൊക്കെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. വെള്ളം തരുന്നത് വെച്ച് കഴിക്കാൻ മതി. വെള്ളം തരണേ വെച്ച് കഴിക്കാം. അങ്ങനെ നമ്മളുടെ ചോറ് വന്നിട്ടില്ല, പക്ഷേ കറികളൊക്കെ എടുത്ത് കഴിക്കാനായിട്ട് തുടങ്ങി. ആദ്യം ഒരു ഉണ്ണിയപ്പം കഴിച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഉണ്ണിയപ്പവും ശർക്കര വരട്ടിയും കാര്യങ്ങളൊക്കെ കഴിച്ച് ഞങ്ങൾ സദ്യ സ്റ്റാർട്ട് ചെയ്യാണ്. അങ്ങനെ നമ്മളുടെ ചോറും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങി. എല്ലാവരും കഴിച്ചു തുടങ്ങി. അത്യാവശ്യം കൊള്ളാവുന്ന ഒരു സദ്യ ആയിരുന്നു. പക്ഷേ കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ ഇനിയുള്ള ഗെയിംസിൽ പങ്കെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു മിതമായ നിരക്കിൽ കഴിച്ച് ഞങ്ങൾ എഴുന്നേൽക്കുകയാണ്. അവസാന പന്തി ആയപ്പോഴേക്കും പേപ്പർ വാഴയിലയായി. നമ്മളുടെ വാഴയിലേക്ക് മാറി പേപ്പർ വാഴയിലയായി. അങ്ങനെ അവിടെ നിന്ന് നടക്കുമ്പോഴാണ് പൂക്കളം ഇട്ടത് കണ്ടത്. പക്ഷെ അറിയാതെ പലരും ചവിട്ടി ഇച്ചിരി ഡാമേജ് വരുത്തിയിട്ടുണ്ട് പൂക്കളത്തിന്. സദ്യ കഴിച്ച് നല്ല എനർജിയൊക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ ആദ്യം തന്നെ ഇതൊക്കെ ദഹിപ്പിക്കാൻ വേണ്ടിയിട്ട് വടംവലിയാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ആദ്യം മെൻസിൻ്റെ വടംവലിയാണ്. അപ്പോൾ ഇത് റൗണ്ട് 1 ആണ്. റൗണ്ട് 1 ഞങ്ങൾ നിസ്സാരമായിട്ട് തന്നെ എതിരാളികളെ തോൽപ്പിച്ചു. മൊത്തത്തിൽ 3 റൗണ്ട്സാണ് ഇവർ വെച്ചിരിക്കുന്നത് വടംവലിയിൽ. അപ്പോൾ 2 ജയിക്കുന്നവർ ജയിക്കും. അങ്ങനെ അടുത്ത റൗണ്ടിനായിട്ട് എതിർവശത്തേക്ക് മാറി വടംവലി സ്റ്റാർട്ട് ചെയ്തു. ഇതിൽ കുറച്ച് കട്ടയ്ക്ക് സെക്കൻഡ് ടീം പിടിച്ചെങ്കിലും ഞങ്ങൾ വിട്ടുകൊടുത്തില്ല. അങ്ങനെ ഞങ്ങൾ നന്നായി ആഞ്ഞ് വലിച്ച് അങ്ങനെ ഞങ്ങൾ തന്നെ ഫസ്റ്റ് പ്രൈസ് അടിച്ചിരിക്കുകയാണ്.
അവിടെ ടീം ബിയോ ടീം ബി എത്രയുണ്ട് 7 പേര് 7 പേര് ഒരാളെ വേണമല്ലോ ഇത് കഴിഞ്ഞ നേരെ ലേഡീസിൻ്റെ വടംവലി സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ലേഡീസൊക്കെ രണ്ട് വശത്തുമായിട്ട് നല്ല കരുത്തോടുകൂടി നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ വീട്ടിൽ നിന്ന് റോസിയുണ്ട്, ടോണിയുടെ സിസ്റ്ററും ഉണ്ട് വടംവലിക്കാനായിട്ട്. അപ്പോൾ നമ്മളുടെ വടംവലിയിൽ ഫസ്റ്റ് കിട്ടിയ ഞങ്ങളുടെ ടീമിന് പഴക്കൊലയാണ് ആദ്യ സമ്മാനമായിട്ട് കിട്ടിയത്. അതിനുശേഷം വടംവലിയിൽ പങ്കെടുക്കാൻ പറ്റാത്തവർക്കായിട്ട് ഒരു സൗഹൃദ മത്സരം നടത്തി. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഒരു ചെറിയൊരു ബോട്ട് റൈഡിന് വേണ്ടി പോവാണ്. അപ്പോൾ ഇവിടെ അടുത്ത് തന്നെയാണ് കായലും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇവിടെ റിസോർട്ടിൽ നിന്ന് തന്നെ ഒരു ബോട്ടിൽ ഞങ്ങളെ കായൽ കാണിക്കാൻ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. സദ്യയും ഗെയിംസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എല്ലാവരും ക്ഷീണത്തിലായതുകൊണ്ട് തന്നെ ഇരുന്ന് കുറച്ച് നേരം ആശ്വസിക്കാൻ പറ്റിയൊരു ബോട്ട് റൈഡ് തന്നെയായിരുന്നു. നല്ല കാറ്റും കാര്യങ്ങളൊക്കെ വീശി നമ്മളൊരു റിലാക്സിങ് ആയിട്ട് ഈ പരിപാടി അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ടുള്ള വിൻസർ കാസലിൻ്റെ പാക്കേജ് അടിപൊളിയായിട്ട് തോന്നി. പിന്നെ എനിക്ക് അവസാനമായിട്ട് എല്ലാ വ്യൂവേഴ്സിനോടും ഒരു താങ്ക്സ് പറയാനുണ്ട്. കാരണം നമ്മൾ 4000 സബ്സ്ക്രൈബേഴ്സിലേക്ക് വളർന്നിരിക്കുകയാണ്. ഇത് വളരെ ചെറിയ തോതിലാണ് നമ്മളുടെ സബ്സ്ക്രൈബേഴ്സ് കൂടി വന്നത്. പക്ഷേ എല്ലാവരും നല്ല സപ്പോർട്ടീവാണ്.